ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് BCAA എന്ന് പറയുന്നൊരു സപ്ലിമെൻറ്റിനെ പറ്റിയാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുള്ളൊരു സപ്ലിമെൻ്റ് ആയിരിക്കും BCAA എന്നുള്ളത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. BCAA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചഡ് ചെയിൻ ഓഫ് അമിനോ ആസിഡ്സ് എന്നാണ് BCAAയുടെ ഫുൾ ഫോമായിട്ട് പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് 3 അമിനോ ആസിഡ്സാണ് അടങ്ങിയിരിക്കുന്നത്. അതായത് ലൂസിൻ, ഐസോലൂസിൻ, വാലിൻ എന്ന് പറയുന്ന 3 അമിനോ ആസിഡ്സാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഈ അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ വേണ്ട എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ പെടുന്ന അമിനോ ആസിഡ്സാണ്. അതായത് നോർമലായിട്ട് എസെൻഷ്യൽ, നൺ എസെൻഷ്യൽ എന്ന് പറയുന്ന 2 ടൈപ്പ് അമിനോ ആസിഡ്സാണ് ഉള്ളത്. അതായത് നൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്ന അമിനോ ആസിഡ്സാണ്. അത് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ ശരീരത്തിനകത്തേക്ക് കൊടുക്കേണ്ട അമിനോ ആസിഡ്സാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഒരുപാടുണ്ട്. എന്നാൽ ഇതിനകത്ത് ഈ വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ എന്ന് പറയുന്ന 3 കാറ്റഗറി പെടുന്ന അമിനോ ആസിഡ്സാണ് നമുക്ക് നമ്മുടെ മസിൽ ബിൽഡിങ്ങിനായിട്ട് ഉപകാരപ്പെടുന്നത്. അപ്പോൾ അത് 3ആണ് ഈ BCAAയിൽ ഉള്ളത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി BCAA ചെയ്യുന്നത് എന്താണ്? അതായത് നമ്മുടെ ശരീരത്തിലെ കാറ്റബോളിസത്തെ കുറയ്ക്കുകയും ആനബോളിസത്തെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ബ്രേക്ക് ഡൗണിനാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. ആനബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ, റിപ്പയറിംഗ് എന്നെല്ലാം വേണമെങ്കിൽ പറയാം. അപ്പോൾ കാറ്റബോളിസത്തെ കുറച്ച് ആനബോളിസത്തെ കൂട്ടുകയാണ് ഈ BCAA ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ എൻഡുറൻസ് കൂട്ടുകയും, അതായത് കായികക്ഷമത കൂട്ടുകയും, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ട എനർജി തരികയും ചെയ്യുകയാണ് ഈ BCAAയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. BCAA എന്ന് പറയുന്ന സപ്ലിമെൻറ്റിന് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മസിലുകളുടെ ഡാമേജ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എൻഡുറൻസ് കൂട്ടുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ സിന്തസിനെ ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതും ഈ BCAA നമുക്ക് ചെയ്യുന്നൊരു ഗുണമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. BCAAയിൽ ഉള്ള ഈ അമിനോ ആസിഡ്സ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരു ബോഡി ബിൽഡറിന് അയാളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അയാളുടെ മസിൽ ബിൽഡിംഗ് കുറച്ചുകൂടി സ്പീഡിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്റ്റേണലായിട്ട് നമ്മൾ ഈ സപ്ലിമെൻറ്റിലൂടെ BCAA നൽകുന്നത്. എന്ന് വെച്ചിട്ട് ഒരിക്കലും ഒരു ബിഗിനേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റിയൊരു സപ്ലിമെൻ്റ് അല്ല BCAA എന്ന് പറയുന്നത്. നമ്മൾ ബോഡി ബിൽഡിംഗ് ലെവലിലേക്ക് ചിന്തിച്ച് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എല്ലാം എടുത്ത് അത്യാവശ്യം ഒരു ലെവലായതിനു ശേഷം മാത്രമാണ് ഈ BCAA നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അത് തീർച്ചയായിട്ടും നിങ്ങളൊരു ട്രെയിനറുടെ ഉപദേശപ്രകാരം മാത്രം എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും BCAA എന്ന് പറയുന്ന സപ്ലിമെൻറ്റ് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുകയോ അല്ലെങ്കിൽ അത് ആ പൊടി അങ്ങനെ വായിലിട്ട് വെള്ളം ഒഴിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ തീർച്ചയായിട്ടും BCAA കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഫുഡ് നമ്മൾ തീർച്ചയായിട്ടും കഴിച്ചിട്ടുണ്ടാവണം. നട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ വയറ്റിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. കാലി വയറ്റിൽ ഒരിക്കലും BCAA കഴിക്കരുത്. അത് നമ്മുടെ കിഡ്നി, ലിവർ പ്രോബ്ലംസിനെല്ലാം കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അത് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. നിങ്ങൾ എന്ത് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നോർമൽ ലൈഫിലായാലും നല്ല രീതിയിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൈഡ് എഫക്റ്റ് ഉണ്ടാകും, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. വെള്ളം എന്ന് പറയുന്നത് ഒരു 4 മുതൽ 5 ലിറ്റർ വരെ വെള്ളം തീർച്ചയായിട്ടും നിങ്ങൾ അകത്താക്കാൻ ശ്രമിക്കുക. വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയുള്ള BCAA മാത്രം വാങ്ങാൻ നോക്കുക. ഒരുപാട് ക്വാളിറ്റീസ് ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല രീതിയിൽ നല്ല അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡീലേഴ്സ് തന്നെ ഇത് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ദയവ് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.